ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈദ് ഗെറ്റ് റെഡി വിത്ത് വളരെ നേരത്തെയാണല്ലേ. സോറി ഗൈസ്, ആദ്യം ഞാൻ ഇത് എക്സാമിൻ്റെ ഇടയിൽ വിട്ടുപോയി. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നു. പിന്നെയാണ് ഓർമ്മ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഗാലറി കിടക്കണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പാണ് കാണാൻ പറ്റുക. കാരണം ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടുന്ന കൂട്ടത്തിലല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇടാൻ അറിയൂല, പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് മേക്കപ്പിനേക്കാൾ കൂടുതൽ ഞാൻ പിടിച്ച് നിൽക്കുന്നത് സ്കിൻ കെയറിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പ് ചെയ്യാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ആക്കാറുണ്ട്. കാരണം എനിക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങില്ല. അപ്പോൾ അടുത്തത് ലിപ് ബാം ആണ്. ലിപ് ബാം എനിക്ക് അങ്ങനെ കയ്യിലെടുത്ത് ലിപ്പിലിടണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെ എത്താത്തൊരു ഫീലാണ്. അതിനിടയിൽ നമുക്കൊരു ഗസ്റ്റ് ആക്ടർ ഉണ്ട്, ഒരു ടാറ്റൻസ്. ഓക്കെ ബൈ. ഇനി ചെയ്ത സ്കിൻ കെയർ ഒക്കെ ഒന്ന് ഫേസിൽ സെറ്റ് ആവും. എനിക്ക് ഇങ്ങനെ കുറച്ച് നേരം ഫാൻഡോട്ടിൽ നിൽക്കണം. പിന്നെ നമ്മളിതാ ഈ ഒരു സ്ട്രോക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ മോന്ത ചെളിങ്ങിയിരിക്കണത് വേറെ ഒന്നും ഉണ്ടല്ല. ഇത് ഞാൻ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് യൂസ് ആക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ആക്കിയപ്പോൾ എനിക്കിതിൻ്റെ എമൗണ്ട് ഒന്നും അറിയില്ല. അപ്പോൾ കുറച്ച് അധികം എടുത്ത് പൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ലാമ്യ ഇത് ഇത്രയൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാവും. അത് ഇത് കുറച്ച് എമൗണ്ട് എടുത്ത് യൂസ് ആക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു പിങ്കിഷ് ഗ്ലോ കിട്ടും. അപ്പോൾ ഗ്ലോയി മേക്കപ്പിനൊക്കെ ഇത് അടിപൊളിയാണ്. ഇത് മാഴ്സിൻ്റെ ഒരു ഷെയ്ഡാണ്, അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാട്ടോ. നമ്മുടെ ഡാർക്ക് സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവും. ഇത് തന്നെയാണ് ഞാൻ ഐഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും അതേപോലെ ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ആക്കാറുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഐലൈനർ ഇടാം. ഈ ബാക്കിൽ ഈ വന്ന് വെറുപ്പിക്കുന്നത് സിബ്ലിങ്സ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മിലയുടെ ഐലൈനർ ആട്ടോ. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ഫോൺ നോക്കി ഇടുന്ന പരിപാടി റെഡി ആവണില്ല. സോ ഞാൻ പോയി കണ്ണാടി നോക്കിയിട്ട് വരാം. ഈ ഒരു കണ്ടീഷൻ ആരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് പെട്ടെന്നൊരു സോളോ ടൈമില് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇനി എന്താ ചെയ്യാനുള്ളത് നമുക്ക് ഒരു ബോധം പോകും. അപ്പോൾ ഇനി നമുക്ക് ലിപ് കോംബോ ആണ്. ഞാൻ ലിപ്പിലാണ് പിന്നെയും കാര്യമായിട്ട് താജ്മഹൽ പണിയിൽ. ആദ്യം നമ്മൾ ആ ഇട്ടെടുത്തിരുന്ന ലിപ് ബാമൊക്കെ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ലിപ് ലൈനർ വെച്ച് നമ്മുടെ ലിപ്പിന്റെ ഔട്ട്ലൈൻ നമ്മൾ ലൈൻ ചെയ്തെടുക്കും. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇനി നമ്മൾ ഫസ്റ്റ് കാരണം മാഴ്സിന്റെ അതേ ഷെയ്ഡ് വെച്ച് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും. ഞാൻ ഇതിന്റെ ഷെയ്ഡ് നമ്പർ ഞാൻ മറന്നുപോയി. ദെൻ ആ ലിപ് ലൈനർ വെച്ച് ഞാൻ ഒന്നുകൂടെ അത് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് റെഡ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ബ്രൗൺ ആവാനും പാടില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടണം. ദെൻ അഗെയിൻ നമ്മൾ നമ്മുടെ സ്ട്രോക്ക് ക്രീം യൂസ് ആക്കാറുണ്ട്. ഇത് ശരിക്കും NYBയുടെ 3-in-1 ആണ്. അതായത് നമുക്ക് പ്രൈമറായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഹൈലൈറ്റായിട്ടും യൂസ് ആക്കാം. അപ്പോൾ ദിസ് ഇസ് അവർ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഇനി നമുക്ക് ആക്സസറീസ് റെഡിയാക്കാം. ഈ ഒരു ഇയറിങ്സും ഈ ഒരു ബാംഗിൾസും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ബാംഗിൾസിൻ്റെ എണ്ണം കുറച്ചിടലും കൂട്ടിയിടലും ഒരു കൈക്കിട്ട് മറ്റേ കൈക്കിട്ടലും അങ്ങനെ ആകമൊത്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ദെൻ നമ്മൾ ചുരിദാറിൻ്റെ ഷാളി പ്രാവശ്യം ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ദെൻ മൈ ന്യൂ ഹീൽസ് അല്ല, ഫ്ലാറ്റും അല്ലാത്തൊരു ചെരുപ്പ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഈ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമുണ്ടായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.